എന്താ നിങ്ങളുടെ ഉദ്ദേശം? അവ നിങ്ങളോട് എന്ത് തെറ്റ് ചെയ്തു? പ്രേമനെ ഇല്ലാതാക്കിയിട്ട് നിങ്ങൾക്ക് എന്താ നേട്ടം? കൂൾ ഇറ്റ് സാവി, കൂൾ ഇറ്റ്. നീ എന്നോട് ചോദിച്ചത് 3 ചോദ്യങ്ങൾ. എന്റെ ഉദ്ദേശം, പ്രേം എന്നോട് എന്ത് ചെയ്തു, അവനെ തീർത്താൽ എനിക്കുണ്ടാവുന്ന നേട്ടം. നിന്നോടൊരു മറുപടി പറയാൻ ഞാൻ ബാധ്യസ്ഥനല്ല മോനെ. ആണോ? സർ, പ്രേം നിങ്ങളുടെ കമ്പനിയിൽ 3 വർഷമായിട്ട് ജോലി നോക്കുന്ന ഒരാളാണ്, നിങ്ങളുടെ വിശ്വസ്തൻ. എന്നിട്ടും നിങ്ങൾ അവനെ എവിടേക്ക് വിളിച്ചു വരുത്തുന്നു, ഞങ്ങളെ ഒരുമിച്ച് ഒരേ വീട്ടിൽ താമസിപ്പിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ എന്നോട് പറയുന്നു അവനാണ് എൻ്റെ ടാർഗറ്റ് എന്ന്. ഡോണ്ട് യു തിങ്ക് ഇറ്റ്സ് വിയർഡ് മിസ്റ്റർ രാംമോഹൻ? ഇറ്റ്സ് വിയർഡ് സാവി. എനിക്ക് എൻ്റെതായ വഴികളുണ്ട്, ചില ഭ്രാന്തൻ ചിന്തകളും. ആൻഡ് ദേ ഓൾവേസ് വർക്ക്. ദേ ഓൾവേസ് വർക്ക് സാവി. പക്ഷെ പ്രേം, അവൻ എൻ്റെ കൂട്ടുകാരനാണ് സർ. എനിക്കറിയാം, എനിക്കതാണ് വേണ്ടതും. ആർക്കും ഒരു സംശയവും തോന്നാതെ നിനക്കവനെ ഈ ലോകത്തുനിന്ന് പറഞ്ഞു വിടാൻ പറ്റും. പക്ഷേ ഇപ്പോഴല്ല, സമയം ഞാൻ പറയും. ടിൽ ദെൻ റോക്ക് ഓൺ. സർ, ഞാൻ പറയുന്നതൊന്ന്. നോ ആർഗ്യുമെന്റ്സ് സാവി. ഞാൻ വില പറഞ്ഞുറപ്പിച്ച ഒരു ജോലിയാണിത്. നിനക്ക് പിന്മാറാൻ പറ്റില്ല. പിന്മാറിയാൽ എനിക്ക് പിന്നെയും ചില ഭ്രാന്തൻ ചിന്തകളുണ്ടാവും. നീ ഇപ്പൊ സൈലന്റായി ചോദിച്ച ചോദ്യം ഞാൻ കേട്ടു. ഉത്തരം ഇതാണ്: ഭീഷണി തന്നെയാണ് സാവി. നീ പിന്മാറിയാൽ ദുഃഖിക്കേണ്ടി വരും ഒരുപാട്. സോ ജസ്റ്റ് ക്ലിയർ ഓഫ്. ഐ ഹാവ് ഗോട്ട് ബെറ്റർ തിങ്സ് ടു ഡു. നീ വളരെ ഷാർപ്പാണ്, അതുകൊണ്ട് ചുരുക്കി പറയാം. നിന്റെ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരമില്ല. നിന്നെ അറിയിക്കേണ്ടത് ഞാൻ അറിയിച്ചു കഴിഞ്ഞു. സാവി, അവനെയാണ് നീ എനിക്ക് വേണ്ടി തീർത്തു തരേണ്ടത്. എപ്പോൾ വേണമെന്ന് ഞാൻ പറയും. അതുവരെ ജസ്റ്റ് എൻജോയ് ഹിസ് കമ്പനി. സാറിന് കൂടുതലൊന്നും എന്നോട് പറയാനില്ല? ഇല്ല. അവനെ കൊച്ചിയിലിട്ട് തീർക്കാറുന്നല്ലോ സാറേ. പിന്നെ എന്തിനാ ഞങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ട് കൊണ്ടുവന്നേ? ഒരുപാട് ചോദ്യങ്ങൾ. എനിക്കത് ഇഷ്ടമല്ല പ്രേം. ഓക്കെ, ഞാനേറ്റ ജോലിയല്ലേ, ചെയ്തു തീർത്തേക്കാം. ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരുത്തനോടൊരു ഫ്രണ്ട്ഷിപ്പ് തോന്നി തുടങ്ങിയത്. പക്ഷേ 1.5 കോടി രൂപ, അതൊരു വലിയ ടെംപ്റ്റേഷൻ അല്ലേ പ്രേം? പിന്നല്ലേ. ബട്ട് ഈ സാവിയുടെ ലൈഫിന് ഇത്രയ്ക്ക് വിലയുണ്ടെന്നത് വലിയൊരു തിരിച്ചറിവായിരുന്നു. പക്ഷേ ദാറ്റ്സ് നോട്ട് ഓഫ് മൈ ബിസിനസ് അല്ലേ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങുക. എപ്പോഴാന്നുള്ളത് സാറ് പറഞ്ഞാൽ മതി. This is the place. The very heart of Bangkok. ഈ ഹെലിപാഡിൽ നിന്ന് 12 ഫ്ലോസ് കൂടി. അതാ റാം സാറിൻ്റെ പ്ലാൻ. പ്ലാനിൻ്റെ ബ്ലൂ പ്രിൻറ്റും മറ്റ് ഡീറ്റെയിൽസും തനിക്ക് മെയിൽ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ എക്സിക്യൂഷൻ തൻ്റെ ജോലിയാണ്. ഷുവർ. യുവർ ഫസ്റ്റ് മേജർ അസൈൻമെൻറ്റ് ഹിയർ. ഇറ്റ്സ് ക്വൈറ്റ് എ ടഫ് ജോബ്. ഹായ് മച്ചാ. ഏയ്, Hey Prem. What brings you here? ഒന്നുമില്ല. ഞാൻ Hold on. അതെ മമ്മ. മണിയപ്പനോ? വിളിക്കാൻ പറ. ഓക്കെ, ശരി 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 ശരി, ഞാൻ വിളിക്കാം. ഓക്കെ, ഗുഡ് നൈറ്റ്. ആരായിരുന്നു? യോർ ഗേൾഫ്രണ്ട്? നോ, മമ്മയാ. പാവം, അവിടെ തനിച്ച. മമ്മയുടെ പെറ്റാണെന്ന് തോന്നുന്നു.
എനിക്ക് ആകെ ഉള്ളത് എൻ്റെ മമ്മയാ. ദാറ്റ് സ്വീറ്റ്. അതെ, എനിക്ക് തന്നോടൊരു ഫാസിനേഷൻ തോന്നുന്നുണ്ടോ എന്നൊരു സംശയം. അത് വേണ്ട മോളെ. തൽക്കാലം എനിക്കും അമ്മയ്ക്കും ഇടയിൽ മറ്റാരും വേണ്ട. വേണ്ടേ? വേണ്ട. ഹായ്. ഏയ്, നീ എന്താ അർജന്റായി വരണോന്ന് പറഞ്ഞത്? നിന്നെ തനിച്ചൊന്ന് കാണാൻ. ഒലിപ്പിക്കാതെ കാര്യം പറയടാ. അതെ, ടോപ്പിക് രാമോഹനാണ്. പുള്ളി കീഴായിട്ട് വല്ലാത്തൊരു മിസ്റ്ററി ഷെയ്ഡ് എനിക്ക് ഫീൽ ചെയ്യുന്നു. വാട്ട് ഈസ് ഹി അപ് ടു ദീസ് ഡേയ്സ്? എനി ഐഡിയ? പ്രേം, ഇതെനിക്ക് ഇഷ്ടമല്ല. നെവർ ഡിസ്കസ് വൺസ് എംപ്ലോയർ ഇൻ ഹിസ് ആബ്സെൻസ്. ദാറ്റ്സ് മൈ പോളിസി. ഓക്കെ, എന്നാ വേണ്ട. ക്യാൻ വി ഹാവ് എ കോഫി ടുഗദർ? സോറി, സമയമില്ല. ഞാൻ എയർപോർട്ടിലേക്ക് പോവാ. എന്തിന്? ആർ യു ഗോയിങ് സംവെയർ? നോ, ഞാൻ ഒരാളെ പിക്ക് ചെയ്യാൻ പോവാ. ആരെ? ദാറ്റ് ഇസ് സസ്പെൻസ് ആൻഡ് എ സർപ്രൈസ്. ഓ, എന്നാ പിന്നെ ഞാനിവിടെ ഇറങ്ങിക്കോളാം. ഡ്രൈവർ, സ്റ്റോപ്പ് ദ കാർ. ഓക്കെ, ബൈ. ഒരു കാര്യം പറയാൻ മറന്നുപോയി. എന്താ? നിന്നോട് എനിക്ക് ഭയങ്കര ക്രഷ് തോന്നുന്നു. പോടാ തിണ്ടി. ഓക്കെ. കുട്ടി, ഇവിടെ തുണി ഉടുക്കാൻ പാടില്ലെന്ന് നിയമമുണ്ടോ? มองไรแขกตัวเหม็น ไปไหนก็ไปเลย พูดอะไรก็ไม่รู้เรื่อง ไป บอกให้ไปไง ไป ไปสิ ไป കുട്ടി, സഹോദരി എന്നെയാണോ കാത്തു നിൽക്കുന്നത്? ദേ കണ്ടില്ലേ, ഞാൻ ഇയാളെയാ കാത്തു നിൽക്കുന്നത്. എന്റെ പേരും മണിയപ്പനെന്നാ, അതുകൊണ്ട് ചോദിച്ചു പോയതാ. ഏയ് മണിയപ്പൻ, ഞാൻ നിങ്ങളെ പിക്കപ്പ് ചെയ്യാൻ വന്നതാ. പിക്കപ്പാ? വന്നിറങ്ങിയപ്പോഴേ പിക്കപ്പാ? ചുമ്മാ അല്ല ബാങ്കോക്കിനെ കുറിച്ച് ആൾക്കാർ പറഞ്ഞത്. ഓക്കേ, ലെറ്റ്സ് ഗോ. ഓ, ഓ. അടേ. ലെറ്റ്സ് മൂവ്. ഹായ്, ഐ എം സമാന്ത. സാവിയുടെ കൂടെ വർക്ക് ചെയ്യുന്നത്. ഭയങ്കരം, കൊച്ചിയേക്കാൾ കിടിലം. ഞാൻ മണിയപ്പൻ, സാവീര ഭയങ്കര ദോസ്താ. ഞാൻ ഇവിടെ വന്നിറങ്ങിയ അപ്പം അമ്മയെ വിളിക്കണമെന്നാ പറഞ്ഞ. സാവീര അമ്മയെ വിളിക്കണം. ഫോൺ എന്താ, ഫോൺ വേണോ? ദേ വിളിച്ചു. ഒന്ന് കുത്തി തരുമോ? ഹലോ മമ്മ. മണിപ്പ എത്തിയോ? ഞാനിങ്ങ എത്തി. അവനെ കണ്ടിട്ടില്ല, കാണാൻ പോവുകയാണ്. മമ്മയ്ക്ക് ഒരു ടെൻഷനും വേണ്ട, ഇനി ഞാനുണ്ടല്ലോ ഇവിടെ. നീ അവിടെ എന്തെങ്കിലും ജോലിക്ക് പോണേ. ഇവിടുത്തെ പോലെ അവന്റെ വാലായി നടക്കരുത്. പിന്നെ നിന്റെ തടി അല്പം കൂടുന്നുണ്ട്, ഭക്ഷണം കുറയ്ക്കണം. ശരി മമ്മ. എങ്ങത്താ? ഹലോ, ഹായ് മമ്മ, ഐ എം സമാന്ത. നോ നോ നോ, ഞാൻ സാവിയുടെ കൂടെ വർക്ക് ചെയ്യുന്നത്. ഹലോ, നിന്നെ ഇടയായിട്ട് കാണാനേ കിട്ടണല്ലോ. എന്താ ഇത്ര വലിയ തിരക്ക്? ഹേ, ഒരുപാട് വർക്കുണ്ട്. എന്ത് വർക്ക്? നീ എന്താ ഉദ്ദേശിക്കുന്നത്? ഒന്നുമില്ല മച്ചു, ഞാൻ നിന്നെ ചുമ്മാ ഒന്ന് തോണ്ടിയതല്ലേ. നീ ആ രാമോഹനെ എല്ലാ ദിവസവും കാണാറുണ്ടോ? എന്താ നീ അയാളെ കാണാറില്ലേ? ഉണ്ട്. അല്ല, നിനക്കെന്താ അയാളെ കുറിച്ചുള്ള അഭിപ്രായം? നെവർ ഡിസ്കസ് വൺസ് എംപ്ലോയർ ഇൻ ഹിസ് ആബ്സെൻസ്. അതാ എന്റെ പോളിസി. അത് നിന്റെ മാത്രം പോളിസി അല്ലല്ലോ. സമാന്തയ്ക്ക് നിന്റെ അടുത്തുള്ള അടുപ്പം കാണുമ്പോ എനിക്ക് തോന്നാറുണ്ട് നിന്നെ അങ്ങ് തട്ടിക്കളഞ്ഞാലോ. എനിക്ക് വെറുതെ തോന്നാറുണ്ട് നിന്നെ അങ്ങ് തട്ടിക്കളഞ്ഞാലോന്ന്. ഹായ്, ഏയ്, മണിയപ്പനെ ഞാനൊന്ന് കറങ്ങാൻ കൊണ്ടുപോയതാ. ദേ ഞങ്ങള് ഡിന്നറും കഴിച്ചു. മച്ചു, കിടിലൻ രാജ്യം, കിടിലം ഭക്ഷണം. പക്ഷെ ഒരു ഒറ്റ പ്രശ്നം, റോഡിൽ എവിടെയെങ്കിലും ഇറങ്ങിയ ഓരോരുത്തന്മാര് വന്ന് ചോദിക്കും ബുംബും വേണോ, ബുംബും വേണോ. ഈ കുട്ടിയുടെ അടുത്ത് അത് കഴിക്കാനുള്ള സാധനമാണോ എന്ന് ചോദിച്ചപ്പോ ഈ കുട്ടി ഒന്നും മിണ്ടുന്നുമില്ല.
ഇതാണോ ഇന്ന് ലാൻഡ് ചെയ്ത ഐറ്റം? അതെ. ഏതാ നമ്മുടെ രാജ്യം? കൊച്ചി. ഓഹോ, നടക്കൂ. ഭൂമിന്റെ അർത്ഥം ഞാൻ പറഞ്ഞുതരാം. ശരി. അയ്യേ എടാ സാവി, നിന്റെ ഈ ഫ്രണ്ട് മൊത്തം വൃത്തിയോട് പറയണം. Come closer. Come. ഈ കുളിസി കാണാൻ എങ്ങനെ താല്പര്യമുണ്ടോ? എനിക്ക് താല്പര്യമൊന്നുമില്ല. പിന്നെ ഈ പൂളിൽ ഇങ്ങനെ ഹോട്ട് ചിക്സിനോടൊപ്പം ഒരു സ്മോളൊക്കെ അടിച്ച് ഇവരുടെ കൂടെ ഇങ്ങനെ ട്യൂബിൽ ഫ്ലോട്ട് ചെയ്ത് പിന്നെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ആക്ച്വലി ഞാൻ ഈ പുഴയും കുളമൊക്കെ ഉള്ള നാട്ടിൽ നിന്നാണെങ്കിലും എനിക്ക് നീന്താൻ അറിയില്ല. ഇനി വേണം മോനെ പലതും പഠിക്കാൻ. പ്രേം, അളിയ താനിവിടെ ഇല്ലേ? ഏയ് ഞാനൊന്ന് ആലോചിക്കുകയായിരുന്നു. എന്ത്? നീ പറഞ്ഞ പോലെ നമുക്കൊരു ദിവസം ഈ പൂളിൽ കിടന്ന് ഡ്രിങ്ക്സ് ചെയ്യണം. അത്രേ ഉള്ളൂ. എപ്പോ അടിച്ചു ചോദിച്ചാ പോരെ. പക്ഷേ നീന്താൻ അറിയില്ലടോ. പേടിക്കണ്ട, അത് നിന്നെ ഞാൻ പഠിപ്പിച്ചു തരും. ദാറ്റ്സ് എ ഗുഡ് ബോയ്. Happy birthday to you. Happy birthday to you. Happy birthday to you. Guys, it's a huge surprise. എടാ സാവി മുറിയടാ. Hey, no. Wait. Usually, birthday ke candles അണയ്ക്കുക അല്ലേ? But this birthday is with a difference. Light a candle. Oh. Now you cut the cake. Many more happy returns of the day. Thank you. ഇനിയും ഒരുപാട് ബർത്ത്ഡേകൾ നിനക്ക് ആഘോഷിക്കാനുണ്ടാവട്ടെ. നിനക്കും. ഇന്ന് എന്റെ ബർത്ത്ഡേ ആണെന്ന് ഇവരെങ്ങനെ അറിഞ്ഞു? നീ പറഞ്ഞോ? ഇതൊക്കെ ഓർത്തിരിക്കാൻ നീ ആര് ചാച്ചാ നെഹ്റു? ഇതൊക്കെ ഈ കുട്ടിയുടെ പണിയല്ലേ? മമ്മേരെ അടുത്തുനിന്ന് ചോർത്തി എടുത്തതല്ലേ? സാവിയുടെ എല്ലാ കാര്യങ്ങളും മമ്മ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഇനിയുണ്ട് സർപ്രൈസ്. സർപ്രൈസ്! സാവിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട യോ മമ സ്പെഷ്യൽ. ചേടാ, പട പേടിച്ച് പന്തളത്ത് എന്നപ്പോ പന്തം കൊളുത്തി പടയെന്ന് പറഞ്ഞ പോലെയായി. എവനെ കാണാൻ എപ്പോഴൊക്കെ അവന്റെ വീട്ടിൽ പോയിട്ടുണ്ടോ അപ്പോഴൊക്കെ മമ്മ എടുത്തു തരും പഴം കഞ്ഞി, പഴം വെട്ടിയിട്ട ഈ ഐറ്റം. എന്റെ തടി കണ്ട, ഇതിനൊക്കെ കാരണക്കാരെ അവനാ. തടി കൂടാനുള്ള കാര്യം എനിക്ക് മനസ്സിലായി. ഈ ബുദ്ധി കുറയാൻ എന്തുകൊണ്ട്? അത് ഞങ്ങള് ജിമ്മിൽ പോണോണ്ടാ. അളി എന്തുകൊണ്ട് എന്റെ പേര്? ഇത് It's a kind of porridge. പക്ഷെ മമ്മ പറയുന്നത് ഇറ്റ്സ് എ ഡിഷ് ഓഫ് ലവ് എന്ന്. ബർത്ത്ഡേ ആയിട്ട് മമ്മയെ വിളിച്ചില്ലേ? ഇല്ല. താങ്ക്സ് ഫോർ ദിസ് ബ്യൂട്ടിഫുൾ ഡേ. താങ്ക്സ് ഫോർ എവറിത്തിങ്. ആഹാ, ഇത് കലക്കി. ഹീമാനിൽ നിന്ന് ഒരു സോഫ്റ്റിയിലേക്കുള്ള ഈ ട്രാൻസ്ഫർമേഷൻ ചാമിങ്. അതെ, ഇനിയൊന്ന് ആലോചിച്ച് നോക്കിയേ. എപ്പോഴും മമ്മിക്കും തനിക്കും ഇടയിൽ വേറെ ആരുമില്ല. സാവി, നീ ഇനി ഞാൻ പറയുന്ന ഒരു ഓഫീസിലേക്ക് പോണ്ട. ടേക്ക് എ ബ്രേക്ക്. എന്താ സർ, എന്താ കാര്യം? കാര്യമുണ്ടോ? ജോലി തുടങ്ങാൻ സമയമായി. നീ കാര്യങ്ങൾ പ്ലാൻ ചെയ്യും. എപ്പോഴും പ്രേമിൻ്റെ പുറകെ ഉണ്ടാവണം. എങ്ങനെ, എവിടെ വെച്ച്, ഇറ്റ്സ് യുവർ കോൾ. പക്ഷേ സമയം അത് ഞാൻ പറയും. ഇറ്റ്സ് മൈ കോൾ. എനിക്കറിയാം നിനക്ക് ബുദ്ധിമുട്ടാണ്.
നിങ്ങൾക്കിടയിൽ ഒരു വല്ലാത്ത സൗഹൃദം ഉണ്ടായിട്ടുണ്ട്. ആൻഡ് ഇറ്റ്സ് എ പിറ്റി ദാറ്റ് യു ഹാവ് നോ ചോയ്സ്. സോ കാച്ച് യു സൂൺ. നീ വിട്ടോ, ഐ ഗോട്ട് ടു സീ സംവൺ. യെസ്. നീ എന്താ ഇവിടെ? ആരായിരുന്നു സാർ അവർ? ആര്? സാറിനെ അറ്റാക്ക് ചെയ്യാൻ വന്നവർ. ഓ അതോ, ഇതിന്റെ കൊച്ചിയല്ല, ബാങ്കോക്കാ. ഇവിടെ എന്നെപ്പോലെ കച്ചവടക്കാരന് ഓരോ ദിവസവും ആരുടെയൊക്കെയോ ഉന്നം തെറ്റില്ല സാവി. സാറ് പോലീസിനെ അറിയിച്ചു? ഇല്ല. സാറ് സത്യത്തിൽ ആരാണ്? നിങ്ങളെ പറ്റി വ്യക്തമായി പിടികിട്ടുന്നില്ല. പ്രേമിനെ കൊല്ലാൻ എന്നോട് പറയുന്നതിന് പിന്നിൽ നിങ്ങൾക്ക് എന്തൊക്കെയോ ലക്ഷ്യങ്ങളുണ്ട്. ഡോണ്ട് ക്രോസ് ലിമിറ്റ്സ് സാവി. നിന്നെ ഏൽപ്പിച്ച ജോലി നാവടക്കി ചെയ്യാൻ നോക്ക്. ഇന്ന് ഞാൻ നിങ്ങളെ റെസ്ക്യൂ ചെയ്തില്ലേ? അതെന്നെ ഏൽപ്പിച്ച ജോലിയാണോ? എന്നെ രക്ഷിക്കാൻ നിന്നോട് ഞാൻ പറഞ്ഞു. നീ പോയി എൻ്റെ കോളിന് വേണ്ടി വെയിറ്റ് ചെയ്യും. പ്രേമിനെ ഇവിടുന്ന് പറഞ്ഞേക്കാനുള്ള കോൾ. ഗോ. Hi. Hey, what's up? I thought you wouldn't come. കുറെ ആയില്ലേ തന്റെ കോൾസും ടെക്സ്റ്റും. kind of chasing me like crazy. എന്താ കാര്യം എന്നറിയാനാ വന്നത്. Come, let's sit. Hey, Susan, come on. Let's go somewhere else. മറ്റാരും ഡിസ്റ്റർബൻസ് ഇല്ലാത്ത എവിടെയെങ്കിലും. Man, that's blunt. പറ, എവിടെ പോണം? Wherever you say. Okay, my apartment is fine. Fine, I mean, perfect. Let's go. Welcome to my den. Den? You have got quite a place, darling. Wow. Want a drink? Not a drink. Then what? Hey you. That's fast. Yeah. I'm pretty fast, darling. Okay. Give me a minute, honey. Let me have a wash. Cool.
Hey, Savvy, wake up. Look, what I've brought. Your favorite dish. Hey, എന്ത് പറ്റി? ഒന്നുമില്ല. Oh, come on. പറയടോ. മമ്മ ഹോസ്പിറ്റലൈസ്ഡ് ആണ്. എന്ത് പറ്റി? ഷുഗർ ഡൗൺ ആയി തല കറങ്ങി വീണു. ഞാൻ എൻ്റെ മമ്മയെ വല്ലാതെ മിസ് ചെയ്യുന്നു സമയന്താ. ഐ മിസ് ഹർ എ ലോട്ട് ആൻഡ് ഐ എം ഫീലിംഗ് ഹെവി. ഞാൻ നിന്നെ എൻ്റെ മമ്മയെ പോലെ വിശ്വസിച്ചോട്ടെ. ഐ വാണ്ട് ടു സേ സംതിങ്. ഞാനിവിടെ വന്നത് റാംമോഹൻ്റെ എംപ്ലോയി ആവാനല്ല. എൻ്റെ വരവിന് മറ്റൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു. ഒരാളെ കൊല്ലാൻ, പണത്തിന് വേണ്ടി, അതും നമ്മുടെ പ്രേമിനെ. ബട്ട് ഐ കാണ്ട്. എനിക്കത് ചെയ്യാൻ കഴിയില്ല. ബിക്കോസ് ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട് നൗ. എനിക്കൊരു ഹിസ്റ്ററി ഉണ്ട്. കേൾക്കാൻ അത്ര സുഖമുള്ളതല്ല. പൈസയ്ക്ക് വേണ്ടി ഞാൻ എന്നും ചെയ്യുമായിരുന്നു. റാംമോഹൻ എന്നെ ചതിച്ചതാ. നിവർത്തിയില്ലാതെ അയാളുടെ ഓഫർ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ മനസ്സിൽ 2 കാര്യങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ. റാംമോഹനെ പറ്റിച്ച് ഇവിടെ എന്തെങ്കിലും ജോലി കണ്ടെത്തണം. എല്ലാം കലങ്ങി തെളിയുമ്പോൾ ഈ ഹൈഡ് ആൻഡ് സീക്ക് അവസാനിപ്പിച്ച് മമ്മയുമായി സുഖമായി ജീവിക്കണം. ഇതൊരു കൺഫെഷനൊന്നുമല്ല. നിന്നോട് പറയണമെന്ന് തോന്നി പറഞ്ഞു. മനസ്സിൽ നിന്ന് വലിയൊരു ഭാരം ഇറക്കി വെച്ച പോലെ. ഐ ഫീൽ റിലീവ്ഡ്. ഓ, ഡിഷ് ഓഫ് ലവ്. It's poison. It's poison. സാവി എപ്പോഴും പറയാറില്ലേ, സാവിക്ക് മമ്മ മാത്രമേ ഉള്ളൂ എന്ന്. എനിക്കും അതുപോലെ ആകെയുള്ളത് എൻ്റെ പപ്പയ. ഇപ്പോൾ UAE ജയിലിൽ ഒരു മർഡർ കേസിൽ വധശിക്ഷ കാത്തുകിടക്കിയ പപ്പ. വധശിക്ഷ ഇളവ് ചെയ്ത് കിട്ടണമെങ്കിൽ കൊല്ലപ്പെട്ടയാളുടെ കുടുംബത്തിന് $1 മില്യൺ നഷ്ടപരിഹാരമായി നൽകണം. എന്ത് ചെയ്യണമെന്നറിയാതെ വഴിമുട്ടി നിന്നപ്പോഴാണ് ഞാൻ റാംമോഹനെ പരിചയപ്പെടുന്നത്. UAE എന്നെ അയാൾ ബാങ്കോക്കിലേക്ക് വിളിച്ചു വരുത്തി. എനിക്ക് വേണ്ട പണം തരാമെന്ന് അയാൾ ഉറപ്പ് നൽകി. പകരം അയാൾക്ക് വേണ്ടി ഞാൻ ഒരാളെ കൊല്ലണം. ഞാൻ പറഞ്ഞല്ലോ സമന്ത, ദിസ് ഇസ് എ ഫെയർ ഡീൽ. നിനക്ക് വേണ്ടത് പണമാണ്. നിന്റെ അച്ഛനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ. എനിക്ക് വേണ്ടത് നീ ഇതുവരെ കണ്ടിട്ടില്ലാത്ത, അറിഞ്ഞിട്ടില്ലാത്ത ഒരാളുടെ ജീവനം. നീ എനിക്ക് അത് തരുന്നു, ഞാൻ നിനക്ക് പണവും. അഗ്രീഡ്? അഗ്രീഡ്. അത് സമ്മതിക്കാനേ എനിക്ക് കഴിയുമായിരുന്നുള്ളൂ. നിങ്ങളെ രണ്ടാളെയും ഒരുപോലെ ആകർഷിച്ചു നിർത്തി. ഒടുവിൽ ഒരാളെ ഇല്ലാതാക്കാനാണ് എനിക്ക് കിട്ടിയ നിർദ്ദേശം. ഇന്നലെ അയാൾ എന്നോട് പറഞ്ഞു, എൻ്റെ ടാർഗറ്റ് സാവിയാണ്, ഇനി ഒട്ടും വൈകിക്കണ്ട എന്ന്. സാവിയുടെ കൊലപാതകത്തിൻ്റെ പേരിൽ പ്രേം പിടിയിലാവാൻ വേണ്ട കാര്യങ്ങൾ അയാൾ ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞു. ഐ എം സോറി ഫോർ ദ ബിട്രയൽ. ബിട്രയൽ നീ മാത്രമല്ല അത് ചെയ്തത്, ഞാൻ ചെയ്തതും അത് തന്നെയല്ലേ. റാംമോഹൻ, അയാളുടേത് വല്ലാത്തൊരു ഗെയിം പ്ലാനാണ്. നിനക്ക് ടാർഗറ്റ് ഞങ്ങളിൽ ഒരാൾ, എനിക്ക് പ്രേം. അപ്പോൾ പ്രേമിന് ഞാൻ. സംശയമുണ്ടോ? പക്ഷെ എന്തിന്? അതറിഞ്ഞേ പറ്റൂ. റാംമോഹൻ സത്യത്തിൽ അയാൾ ആരാണ്, എന്താണ്? നമുക്ക് എത്രയും പെട്ടെന്ന് പ്രേമിനെ കാണണം. അവനോടെല്ലാം പറയണം. സാറിനെ തനിച്ചൊന്ന് കാണാൻ സമയം തരണമെന്ന് പറയാനാ 2 ദിവസമായിട്ട് ഞാൻ ഫോൺ വിളിച്ചോണ്ടിരുന്നത്. പക്ഷെ സാറ് കോൾ അറ്റൻഡ് ചെയ്തില്ല. ഞാൻ നല്ല തിരക്കിലായിരുന്നു, ഇപ്പോഴും തിരക്കിലാണ്. വേണ്ട, സാറെ സംസാരിക്കണ്ട. കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞോളാം. എനിക്ക് ഈ സ്ഥലം മടുത്തു. സാർ ഏൽപ്പിച്ച ജോലിയും ചെയ്ത് ആ കാശും മേടിച്ച് ഞാൻ പോയിക്കോളാം. ഞാൻ സാവിയെ ചാമ്പാൻ പോവാ. നാളെ രാവിലെ 10 മണിക്ക് സദോം സോയ് 3 വരുന്നുണ്ട്. അവിടെ വെച്ചൊരു ആക്സിഡന്റ്. എനിക്കുള്ള കാശ് റെഡിയാക്കി വെച്ചേക്ക്. അത് നീ മാത്രം തീരുമാനിച്ച പോരല്ലോ, സമയം ഞാൻ പറയും. ഇനിയും എന്തിനാ സാർ വെയിറ്റ് ചെയ്യുന്നത്? സാവിയുടെ പേരിൽ സാർ എടുത്തിട്ടുള്ള, സാറ് നോമിനി ആയിട്ടുള്ള 40 മില്യൺ തായ് ബാത്തിന്റെ, ദാറ്റ് മീൻസ് അപ്രോക്സിമേറ്റ്ലി ഒരു 7 കോടി ഇന്ത്യൻ രൂപയുടെ ഇൻഷുറൻസ് വാലിഡ് ആയിട്ട് ഇന്നേക്ക് 42 ദിവസമായി. ഇനിയും കാത്തിരിക്കണോ?
പ്രേമിന്റെ പേരിലും അതേ വാല്യൂ ഉള്ള സാർ നോമിനി ആയിട്ടുള്ള ഇൻഷുറൻസ് പോളിസി എടുത്തിട്ടുണ്ട്. സോ ഞങ്ങളിൽ ആരെ തട്ടിയാലും സാറിന് 7 കോടി രൂപ. ശേഷിക്കുന്ന ആളെ സൗകര്യം പോലെ പിന്നീട് ഇല്ലാതാക്കിയ അപ്പോഴും 7 കോടി രൂപ. എന്റെ സാറേ, ഇതേ ഉദ്ദേശത്തോടെ സാർ റിക്രൂട്ട് ചെയ്ത 3ാമത്തെ ആളും ഇവിടെ എത്തിയിട്ടുണ്ട്. എന്റെ സാറേ, ഇതൊരു സുകുമാരക്കുറുപ്പ് ലൈനിലുള്ള പഴഞ്ചൻ തിരക്കഥയായിപ്പോയി. ഞങ്ങളെ പോലെയുള്ള ന്യൂ ജനറേഷൻ പിള്ളേരുടെ അടുത്ത് ഇതൊന്നും വർക്കൗട്ട് ആവില്ല. സാറിന്റെ മൊത്തം പ്ലാനിങ്ങിനും കൂടുന്ന സഹായിച്ച സാറിന്റെ ബെസ്റ്റ് ഫ്രണ്ട്, ഇൻഷുറൻസ് കമ്പനി ചീഫ് എക്സിക്യൂട്ടീവ് സൂസൻ ഡിസെൽവ, അവളെ ഞാൻ വളച്ചായിരുന്നു. Welcome to my den. Give me a minute, honey. Let me have a wash. കൂൾ. സാറിന്റെ മാസ്റ്റർ പ്ലാന്റെ മുഴുവൻ ഫയലുകളും ഞാൻ കോപ്പി ചെയ്തിട്ടുണ്ട്. സാറ് ഞങ്ങളോട് ചെയ്തത് ഞങ്ങൾ വേണമെങ്കിൽ മറന്നേക്കാം, കാരണം ഞങ്ങളോട്ടും ക്ലീൻ അല്ല. പക്ഷെ ഇവളോട് ചെയ്തത് അത് ക്ഷമിക്കാൻ പറ്റത്തില്ല സാറേ. ഇവളുടെ അച്ഛൻ്റെ ഡെത്ത് സെന്റൻസ് ഇല്ലാതാക്കാൻ വേണ്ട ബ്ലഡ് മണി, ദാറ്റ് ഈസ് $1 million സാർ ഇവൾക്ക് കൊടുക്കണം നാളെ ഉച്ചയ്ക്ക് മുൻപ്. അല്ലെങ്കിൽ ഇത് ഞങ്ങൾ രാവിലെ പോലീസിന് കൈമാറും. ആൻഡ് യു ആർ ഫിനിഷ്ഡ്. $1 million. അത്രയും വലിയൊരു തുക വളരെ നിസ്സാരമായിട്ടെടുത്ത് തരാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇത്തരമൊരു സ്കീമിന് നിൽക്കില്ലായിരുന്നു പ്രേം. എൻ്റെ കയ്യിൽ പണമുണ്ടായിരുന്നെങ്കിൽ, കൃത്യമായിട്ട് പറഞ്ഞാൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിലുള്ള പോളിസി വാല്യൂ 40 മില്യൺ തായ് ബാത്ത് എൻ്റെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ എൻ്റെ ഭാര്യ ഏതോ ഒരു ഇരുട്ടിൽ ഹോസ്റ്റേജായി കിടക്കേണ്ടി വരില്ലായിരുന്നു. I did all this for her, just for her. My wife, സമീറ റാം മോഹൻ. അവളിപ്പോൾ ബാങ്കോക്കിലെ ഏറ്റവും വിഷ്യസ് ആയിട്ടുള്ള മണി ലോണ്ടറിംഗ് കാർട്ടലിന്റെ ഹെഡ് ആൽബർട്ട് ലോറൻസിന്റെ ഹോസ്റ്റേജാണ്. വിശ്വാസം വരുന്നില്ലേ? ജസ്റ്റ് ലിസൺ. എൻ്റെ ജീവിതത്തിലേക്ക് വൈകി വന്നവളാണ് സമീറ. അവൾ വന്നത് മുതൽ എൻ്റെ ജീവിതത്തിന് പുതിയൊരു അർത്ഥമുണ്ടായി. ഷി മെന്റ് എവറിത്തിങ് ടു മീ. പക്ഷേ എൻ്റെ ജീവിതത്തിന്റെ താളം തെറ്റിക്കാൻ വിധി കാത്തിരിപ്പുണ്ടായിരുന്നു. ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ കൂടുതൽ പണം ആവശ്യമായി വന്നപ്പോഴൊക്കെ ഞാൻ ആശ്രയിച്ചത് ആൽബർട്ട് ലോറൻസിനെയാണ്. ബാങ്കോക്കിലെ ഏറ്റവും വലിയ കള്ളപ്പണം ഇടപാടുകാർ, എ ഡ്രെഡഡ് ഹവാല ഡീലർ. കൊള്ളപ്പലിശയ്ക്ക് എൻ്റെ ബാധ്യത എനിക്ക് താങ്ങാവുന്നതിലും അധികമായി എൻ്റെ സ്വത്തുക്കൾ ആൽബർട്ടിന് കൈമാറുക മാത്രമേ എൻ്റെ മുന്നിൽ വഴിയുണ്ടായിരുന്നുള്ളൂ. ഐ ഹവ് ബ്രോട്ട് എവറിത്തിങ്, എവറി സിംഗിൾ ഡോക്യുമെന്റ് യു ആസ്ക്ഡ് ഫോർ. Yeah, great. Thanks, man. ഇതോടെ നമ്മൾ തമ്മിലുള്ള കണക്കുകളെല്ലാം തീർന്നു ആൽബർട്ട്. എൻ്റെ എല്ലാ പ്രോപ്പർട്ടീസിന്റെയും രേഖകൾ ഇപ്പോൾ നിന്റെ കയ്യിലാണ്, എൻ്റെ പവർ ഓഫ് അറ്റോർണി ഉൾപ്പെടെ. നിന്റെ ബാധ്യത ഇതുകൊണ്ടൊന്നും തീരുന്നില്ല റാം. കടം ഇനിയും ബാക്കിയുണ്ട്. You still owe me money, man. What are you saying? 40 മില്യൺ തായ് ബാത്ത് ഇനിയും നീ എനിക്ക് തരാനുണ്ട്. Albert, I've handed over assets worth 1,200 million. Why can't you waive this small amount? Small amount? No, my dear friend. ഞാനൊരു ബിസിനസ്സുകാരനാണ്. കഴിഞ്ഞ 5 വർഷമായി ഞാൻ നിന്നെ സഹായിക്കുന്നു. നമ്മൾ തമ്മിലുള്ള ഇടപാടുകൾ തീരുമ്പോൾ കണക്കുകൾ ടാലി ആയിരിക്കണം. With tallied balance sheet. Okay. Give me some time to settle it. Say, 6 months. Take your time, buddy. തീർച്ചയായും നീ എൻ്റെ സുഹൃത്താണ്. ഇപ്പോൾ എൻ്റെതായി കഴിഞ്ഞ നിന്റെ ബിസിനസ്സുകൾ അടുത്ത 6 മാസം നീ എനിക്ക് വേണ്ടി നോക്കി നടത്തണം. അതിൽ നിന്ന് കൂടുതൽ ലാഭമുണ്ടാക്ക്. എൻ്റെ കടം വിട്ട്. Settle my account. Thanks, Albert. But I need some security for the money you owe me. എൻ്റെ കയ്യിൽ ഇനി ഒന്നുമില്ല ആൽബർട്ട്. Everything is with you. Who said you have nothing? How about your pretty wife? You son of a bitch! I've taken your wife. നിന്റെ ഭാര്യയെ ഞാനിങ്ങ് കൊണ്ടുപോന്നു. ആൽബർട്ട്, ഇത് നമ്മൾ തമ്മിലുള്ള ഇഷ്യൂ ആണ്. സമീറ വിട്ടേക്കൂ പ്ലീസ്. പേടിക്കണ്ട, ഞാൻ അവളെ ഒന്നും ചെയ്യില്ല. നിനക്ക് 6 മാസം സമയമുണ്ട്. കടം വീട്ടിയില്ലെങ്കിൽ നീ അവളെ മറന്നേക്ക്. ആൽബർട്ട്, പ്ലീസ്.
എല്ലാം കൈവിട്ട് പോയപ്പോഴും പതറാതെ നിന്നവനാണ് ഞാൻ. പക്ഷെ സമീറെ നഷ്ടമായപ്പോൾ ഞാൻ തകർന്നുപോയി. ഭീരവിനെ പോലെ ആത്മഹത്യക്ക് ശ്രമിച്ചു. പക്ഷേ എനിക്ക് അവളെ തനിച്ചാക്കി പോകാൻ കഴിയുമായിരുന്നില്ല. അങ്ങനെയാണ് ആൽബർട്ട് ചോദിച്ച പണത്തിന് വേണ്ടി നിങ്ങളെ കരുക്കളാക്കി ഞാൻ കളി തുടങ്ങിയത്. നിവർത്തി കഴിയുന്ന മകളിൽ. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. എല്ലാം നഷ്ടപ്പെട്ട് തുടങ്ങിയിടത്തേക്ക് തന്നെ തിരിച്ചു പോകാൻ എനിക്ക് മടിയില്ല. പക്ഷേ ആ പോക്കിൽ കൂടെ എൻ്റെ സമീര ഉണ്ടാവണം. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും. എന്തും. ഈ പറയുന്നത് മറ്റൊരു കഥയാണെങ്കിൽ ഒരറപ്പുമില്ലാതെ ഞാൻ ഒരാളെ കൊല്ലും. സത്യം. പറഞ്ഞതെല്ലാം സത്യം. അന്ന് സാവിയുടെ മുന്നിൽ വെച്ച് എനിക്ക് നേരെയുണ്ടായ അറ്റാക്ക് ആൽബർട്ടിൻ്റെ മുന്നറിയിപ്പായിരുന്നു. സാവി, എനിക്ക് ഇയാളോടൊപ്പം കുറച്ച് സമയം വേണം, തനിച്ച്. നീ ഇവളെയും കൂട്ടി പോയിക്കോ. ഐ വിൽ ജോയിൻ യു ആഫ്റ്റർ സം ടൈം. പ്രേം, നീ എന്തിനാ പിന്നെയും അയാളോട് സംസാരിക്കുന്നത്? അയാൾ പറയുന്നൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. ചതിയനവൻ. അറിയാം, പക്ഷെ അയാൾ ഇന്ന് നമ്മളോട് പറഞ്ഞത് മുഴുവൻ സത്യമാണ്. അയാളുടെ ഭാര്യ ആൽബർട്ടിൻ്റെ ഹോസ്റ്റേജാണ്. ഹി ഗേവ് മീ സം പ്രൂഫ്. ഈ സി ഡിയിൽ ഹോസ്റ്റേജ് ആയിട്ടുള്ള സമീറ റാമോഹൻ്റെ ഫോട്ടോഗ്രാഫ്സ് ഉണ്ട്. പിന്നെ അവരുടെ വോയിസ് ഇതിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അതെന്തെങ്കിലും ആയിക്കോട്ടെ പ്രേം, പക്ഷെ നമ്മളോട് അയാൾ എന്താ ചെയ്തത്? പരസ്പരം കൊല്ലിക്കാൻ നോക്കി. നീ ഒരിക്കലും എന്നെ കൊല്ലാൻ ഉദ്ദേശിച്ചിട്ടില്ല. എന്നാൽ ഞാനത് ചെയ്യുമായിരുന്നു, പണത്തിന് വേണ്ടി. പക്ഷെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എനിക്ക് ബന്ധങ്ങളുണ്ടാകുന്നത്. നീയുമായി, ഇവളുമായി. സ്വന്തം അച്ഛനു വേണ്ടി വലിയൊരു ക്രൈം ചെയ്യാൻ തയ്യാറായവളാണ് സമാന്ത. സമാന്ത, എനിക്കും ഇവനും നിന്നെ ഇഷ്ടമാണ്. ആൻഡ് യു നോ ദാറ്റ്. എന്ന് വെച്ച് ഹരീഷ്ണൻ സിനിമ സ്റ്റൈലിൽ താൻ ടോസിടാനൊന്നും നിൽക്കണ്ട. ഞാൻ ഒരിക്കലും ഒരു ഹോം ബേർഡ് അല്ല. സോ ഹി ഈസ് ദെയർ ഫോർ യു. ഏ പ്രേം, കട്ട് ദ ക്രാപ്പ്. പ്രേം, ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ റിലേഷൻഷിപ്സ്. എനിക്ക് മുന്നിൽ അതിനേക്കാൾ വലിയ പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ എങ്ങനെ സോൾവ് ചെയ്യണമെന്ന് എനിക്കറിയില്ല. നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഇവിടെ വെച്ച് ഇതെല്ലാം അവസാനിപ്പിച്ച് തിരികെ പോവാം. എനിക്കോ നിനക്കോ നഷ്ടപ്പെടാനൊന്നുമില്ല. പക്ഷേ ഇവളുടെ പ്രശ്നം തീരണമെങ്കിൽ പണം വേണം. യെസ്, അതാണ് ഞാൻ റാമോഹനുമായി സംസാരിച്ചത്. നമ്മളിവിടെ എത്തിയത് റാമോഹൻ്റെ ഹയേർഡ് കില്ലേഴ്സ് ആയിട്ടാണ്. ഇപ്പോഴും റോൾ അത് തന്നെ. ഇത്തവണ നമ്മുടെ ടാർഗറ്റ് ആൽബർട്ട് എന്ന ഡോണാണ്. നമ്മൾ അയാളെ ഫിനിഷ് ചെയ്താൽ റാമോഹൻ്റെ അസറ്റ്സ് എല്ലാം സേഫാവും. ആ മിഷനൊടുവിൽ റാമോഹൻ്റെ ഭാര്യയെ വീണ്ടെടുത്ത് കൊടുത്താൽ ഹി വിൽ ഡു എനിത്തിങ് ഫോർ അസ്. ഇവക്ക് ആവശ്യമുള്ള പണം അയാൾ കൊടുക്കും. അല്ല, അയാൾ പിന്നെ പണി തന്നാലോ? ഇല്ല, ഇത്തവണ റാംമോഹൻ നമ്മളെ ചതിക്കില്ല. അത് ഞാൻ നോക്കിക്കോളാം. നിനക്ക് വേണ്ടി ഞങ്ങളത് ചെയ്യും. നിനക്ക് വേണ്ടി മാത്രം.